അതിൻ്റെ ഉള്ളിൽ കയറിയാലേ വേറെ ലോകം തന്നെയാണ്. പിന്നെ അത് മുഴുവനും പിന്നെ ചപ്പുചവറ് കൂട്ടിയിട്ടല്ല കാറുകളാണ്. വണ്ടികളുടെ ഒരു ശ്മശാനാണ് കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഗായ്സ്, അപ്പോൾ നമ്മൾ റിയാദിലുള്ള തസ്ലിയയിലാണ്, അതായത് അൽഹൈർ റോഡുള്ള പിന്നെ വാഹനങ്ങളുടെ ഒക്കെ പിന്നെ എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള പാർട്സുകൾ ലഭിക്കുന്ന സ്ഥലത്താണുള്ളത്. ചില പാർട്സുകളൊന്നും പുതിയത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് എല്ലാവരും പിന്നെ ഒരു ഡമ്മി, അതിൻ്റെ ഒരു സെയിം ഒറിജിനൽ പാർട്സ് തന്നെ ചെറിയ വിലക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുകൾ കാണാം. റിയാദിലുള്ള വാഹനങ്ങളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന അൽഹൈർ റോഡിലെ തസ്ലിയയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വാഹനങ്ങളുടെ പാർട്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വരാറുള്ളത്. ഒരുവിധം എല്ലാ കമ്പനീൻ്റെയും മെയിൻ പാർട്സുകൾ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അത് ബോഡി വേണമെങ്കിൽ ബോഡി, എൻജിൻ വേണമെങ്കിൽ എൻജിന് എന്ന് വേണ്ട എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ടൊയോട്ടൻ്റെ ഏരിയ ആണ്. അങ്ങനെ ഓരോ വാഹനത്തിനും അല്ലെങ്കിൽ ഓരോ കമ്പനിക്കും ഓരോ ഏരിയകളുണ്ട്. അങ്ങനെ ഏരിയ ആയിട്ട് തരം തിരിച്ചിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ നല്ലോണം ഒന്ന് കറങ്ങിയാലേ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളൊരു സ്ഥലത്തെത്തിയാണ്. ഇതാ അവിടെ കുറേ ടൊയോട്ട വണ്ടിൻ്റെ പാർട്സുകളാണ്. പിന്നെ ഹോണ്ട ഉണ്ട്, നിസാൻ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതൊക്കെ മൊത്തം പാർട്സുകളാണ്. അതായത് നമുക്ക് ഇതിലിപ്പോൾ ഏതാണ് പാർട്സ് വേണ്ടത് വെച്ചാൽ ആ പാർട്സ് മാത്രം ഊരി തരും, അതിനൊരു പൈസ ഇടും. അതാണ് ഉദ്ദേശം. പക്ഷെ അങ്ങോട്ട് പോയി നോക്കാം. ഇത് ഓഡി, ബെൻസ്, റേഞ്ച് റോവർ, പിന്നെ ഏതാണ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികൾ, GMC, അതിൻ്റെ ഒരു സെക്ഷനാണ്. സാറ് മുഴുവനും ചൈന വണ്ടികളാണ് കേട്ടോ. ചങ്കൻ അങ്ങനത്തെ വണ്ടികളുടെ ഏരിയ ആണ്. ഷെവർലെറ്റ്. സത്യം പറഞ്ഞാൽ അത് ചില വണ്ടികളുടെ ഒരു ശ്മശാനാണ് കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം അത്രക്കും വണ്ടികളാണ് കിടക്കുന്നത് ഇവിടെ. പിന്നെ ഇതാ ഇവിടെ ഫോർച്യൂണർ, അതുപോലെ തന്നെ ക്യാമറി, പുതിയ മോഡല് ഡസ്റ്റർ ഉണ്ട്, ടൊയോട്ട, പിന്നെ ഹുണ്ടായി എക്സെന്റ്. വേണ്ട, അതിൻ്റെ ഉള്ളിൽ കയറിയാലേ വേറെ ലോകം തന്നെയാണ്. പിന്നെ വെച്ചാൽ ഇവിടെ പിന്നെ പഴയ ആ ഒരു തസ്ലിയിൽ നിന്ന് മാറിയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം പുതിയൊരു ഭാഗത്തേക്കാണ്. അതിൻ്റെ തന്നെ നേരെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം ഉള്ളത്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ ഭാഗത്ത് ഡൈന, അതുപോലെ തന്നെ കുറച്ച് വലിയ വണ്ടികളെ പാർട്സുകളാണ് കേട്ടോ. പിന്നെ അതാണ്ടോ കാർ അവിടെ അട്ടിച്ച്, അത് മുഴുവനും പിന്നെ ചപ്പുചവറ് കൂട്ടിയിട്ടല്ല കാറുകളാണ്. ഓക്കെ, നല്ല വൃത്തിയായിട്ട് അട്ടി വെച്ചാണ്. ये देखो सेम वो पेपर है ये ना कब्स कर दिया. ഇവിടെ കുറേ ഹോണ്ടൻ്റെ വണ്ടിയുണ്ട്. അപ്പം നമ്മളെ വണ്ടിൻ്റെ പിന്നെ എന്താ പറയുക, ബ്രേക്കിൻ്റെ അവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, അത് മിസ്സായിപ്പോയി. അത് തേടി ഇറങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അധികവും പണിക്കാർ മലയാളീസ് കുറവാണ് കേട്ടോ ഈ ഏരിയയിലൊക്കെ. അധികവും സുഡാനികളും പിന്നെ ബംഗാളികളും പച്ചകളൊക്കെ ആണ്. പിന്നെ യമനികൾ, ഇവരൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, എന്ത് രസമായിട്ടാണ് ആ വണ്ടിയൊക്കെ അട്ടിയിട്ട്. കറക്റ്റ് പാർക്കിംഗ് ആണ് അല്ലേ. ഒരു വണ്ടീൻ്റെ എൻജിൻ അയച്ചു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഈ നിസാൻ സണ്ണിൻ്റെ മറ്റേ നിസാൻ അൾട്ടിമൻ്റെ ആയിരിക്കും. പിന്നെ വെച്ചാൽ നമ്മളിങ്ങനെ തിരഞ്ഞ് നടക്കണം കേട്ടോ. അത് ദിവസത്തെ മെനക്കെട് ഉണ്ട് തന്നെ പറയാം. ഏകദേശം നമ്മളെ മോഡലൊരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, നോക്കാം. वो दूसरा स्टैंड मिलेगा? हाँ ഇല്ല അപ്പോൾ ഇവിടുന്ന് കിട്ടിയില്ല. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് ജസ്റ്റ് കറങ്ങണം. ഇപ്പോൾ നമ്മളിവിടെ മെക്കാനിക്ക് ഉണ്ട് കേട്ടോ. അല്ലാതെ ഇവിടെ വന്നിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ പേടും. ഇപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇറങ്ങി. അതാണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. അതാ ഇപ്പോൾ ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതായത് സുസൂക്കിൻ്റെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റോഡ് കണ്ടോ, ഡബിൾ പാർക്ക് ചെയ്ത് വെച്ചാണ്.
അപ്പോൾ ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണം കിട്ടാനാട്ടോ നമ്മൾ ഈ ഇങ്ങനെ നടക്കുന്നത്. നെയ്യേ അങ്ങനെ ഹോണ്ടൻ്റെ ഒരു ചാകരയിൽ നമ്മൾ വന്ന് പെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് മൊത്തം ഹോണ്ടൻ്റെ ഇതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതാ നമ്പർ കയ്യിലുണ്ട്, ലൊക്കേഷൻ അയച്ചു തരാൻ വേണ്ടി പറയാം. അപ്പോൾ പിന്നെ വെച്ചാൽ അവിടെ ഒരു സുഡാനിനെ കിട്ടി. അവൻ പറഞ്ഞു നമ്മുടെ അടുത്ത് വണ്ടി ഉണ്ട്. അങ്ങനെ പുറത്തുനിന്ന് ഒരാളെ നമ്മളെ വണ്ടിയിൽ കയറ്റിയിട്ട് അവരെ ഷോപ്പിലേക്ക് വന്നതാണ്. ഇവിടെയാണ് ഇഷ്ടം പോലെ ഹോണ്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. ഫുൾ ഹോണ്ട, മെയിനായിട്ട് ഹോണ്ട തന്നെ കേട്ടോ എടുക്കണേ. ഉണ്ടോ ഒക്കെ പൊളിച്ചിട്ടാണ്. നമുക്ക് നമ്മളെ ഗിയർ എല്ലാ വണ്ടിയും കട്ടപ്പുറത്ത് കയറ്റിയിട്ടാണ് ഗിയർ നോക്കാം. അന്യായമായിട്ടുള്ള എടുക്കലാണല്ലോ എടുത്ത്. ഇതിൽ ഗിയർ നോക്കാൻ വേണ്ടിയിട്ടാണ്, ഗിയറിൻ്റെ സാധനമല്ല. ഓക്കെ, ഇത് നമുക്ക് സൂട്ടാവില്ല. സീറ്റ് വേണമെങ്കിൽ സീറ്റൊക്കെ ഊരി തരും കേട്ടോ. അതേപോലെ അങ്ങനെ അത് ഊരി തരും. പിന്നെ നമ്മൾ കൊണ്ടുപോയി കവർ അടിച്ചാൽ മതി. പിന്നെ അതാ ഈ ഏരിയയിൽ ഇത് വണ്ടിൻ്റെ എഞ്ചിനൊക്കെ ഊരി വെച്ചിക്കണം. ഫുള്ള് സെറ്റാണ് കേട്ടോ. പല രീതിയിലും കിട്ടും. മൊത്തത്തിലാണ് ചിലത് കിട്ടുക, ചിലത് ആ സ്പെയർ പാർട്സ് മാത്രമായിട്ട് കിട്ടും. പിന്നെ ചിലത് ഇവിടെ കുറേ സുഡാനികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഏജൻറ്റുമാരുണ്ടാവും. അവരെ പിടിക്കുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് ആ സാധനം എവിടെ ഉള്ള വെച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടാൻ വഴിയുണ്ട്. മറ്റേ നമ്മളിങ്ങനെ തിരഞ്ഞ് മടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ മൊത്തത്തിലുള്ള നമ്മളൊരു സീനെന്ന് പറയുന്നത്. അപ്പോൾ അത് അയാളെ കിട്ടിയപ്പോൾ 1-2 ഡയറക്റ്റ് ഹോണ്ടൻ്റെ സാധനങ്ങളിലെടുത്ത് നമ്മളവിടെ പോയി നോക്കാം. നമ്മൾ അതേ സെയിം മോഡൽ വണ്ടി ഇവിടെ കണ്ടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് വണ്ടി. ഇതിലെന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് പഠിച്ചവനറിയാം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ബാക്കിലുള്ള ഈ ബ്രേക്ക് പാഡിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കഷ്ണം ഇരുമ്പിൻ്റെ പീസിനാണിപ്പോൾ നമ്മൾ ഈ കറങ്ങിയ കാഴ്ച ഞങ്ങൾ കണ്ടത്. ഇതൊക്കെയാണ് കരിപുരൻ്റെ ജീവിതങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ വന്ന് വണ്ടി 3 പാർക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഫുള്ള് ടൊയോട്ട, നിസാന്, അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക, കൂടുതൽ ക്യാമറ ഐറ്റംസ് ആണ് നമ്മളെ വണ്ടി ഒന്ന് കിട്ടിയിരിക്കണേ. നോക്കാം. അതിൻ്റെ ക്ലിപ്പ് അവിടെ കാണുന്നുണ്ട് ഗിയറിൻ്റെ. പക്ഷേ എന്താ വില എന്നുള്ളത് നോക്കേണ്ടി വരും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് ഇപ്പോൾ കിട്ടേണ്ടി വരും, ടയറിൻ്റെ ഉള്ളിലുള്ള. നോക്കട്ടെ, റേറ്റ് അപാര വിലയായിരിക്കും കേട്ടോ പറയാം. അത് പിന്നെ നമ്മൾ പേശി ഉണ്ടാക്കണം എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമ.